വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ രാജ്യത്തിന് സമർപ്പിക്കും. രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് നിർവഹിക്കും. LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിന് പിന്നിൽ. അതേസമയം പ്രധാനമന്ത്രി എത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാത്രി 8 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തിയത്. കമലേഷ് തെക്കേക്കാട് ഇറക്കി റിപ്പോർട്ടിലേക്ക്. കാലങ്ങളായുള്ള കേരളത്തിന്റെ കാത്തിരിപ്പ് പൂർണ്ണമാവുകയാണ്. നാളെ രാവിലെ 11 മണിയോടുകൂടി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഈ ചടങ്ങ് നടക്കുക. വലിയ നിരവധിയായ പ്രതിസന്ധികളെ, പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് LDF സർക്കാരിൻ്റെ തുടർച്ചയായി വന്ന LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം യാഥാർത്ഥ്യമാകുന്നത് എന്നത് വലിയ പ്രത്യേകതയാണ്. ഒരുപക്ഷെ ഈ രാജ്യത്തിന് ആകെ അഭിമാനമാകുന്ന നിരവധി പദ്ധതികളിൽ മറ്റൊന്നുകൂടി കേരളം സംഭാവന ചെയ്യുകയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ആഗോള ചരക്ക് ഗതാഗതത്തിൻ്റെ, കപ്പൽ ചരക്ക് ഗതാഗതത്തിൻ്റെ ഹബ്ബായി വിഴിഞ്ഞം മാറുകയാണ് നാളത്തോടുകൂടി. നിലവിൽ ഇപ്പോൾ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണ തോതിൽ സജ്ജമായി കഴിഞ്ഞു. പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗികമായ ഒരു കമ്മീഷനിങ് മാത്രമാണ് നാളെ നടക്കാനിരിക്കുന്നത്. ഏതായാലും നേരത്തെ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഇതിനെതിരെ ഉണ്ടായിരുന്നു. കോൺഗ്രസും UDF ഒന്നാകെയും ഈ പദ്ധതിക്കെതിരെ വലിയ പ്രതിഷേധങ്ങളും ഈ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള വലിയ സമരങ്ങളിലും ഏർപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിനെല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞു. പിന്നാലെ ഓഖി അടക്കമുള്ള വലിയ ദുരന്തങ്ങൾ ഇതിന് പ്രതിബന്ധമായി നിന്നു. അതിനെയും മറികടക്കാൻ LDF സർക്കാരിന് സാധിച്ചു. ആ നിലയിൽ പദ്ധതി പൂർത്തിയാവുകയാണ്. ആ ഘട്ടത്തിലാണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്നുകൂടി, അതായത് അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരും BJPയും അടക്കം രംഗത്തെത്തുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വന്ന ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ ഉൾപ്പെടെ നൽകിയ പരസ്യം എന്ന് പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് എന്നുള്ളതാണ്. അതേസമയം 5500ഓളം കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവാക്കിയപ്പോൾ, മുടക്കിയപ്പോൾ 0 അതായത് 1 രൂപ പോലും കേന്ദ്ര സർക്കാർ ഇതിനുവേണ്ടി മുടക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ഇത് തങ്ങളുടെ കുഞ്ഞാണ് എന്ന നിലയിലുള്ള ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും അതിനെയും നമ്മൾ അതിജീവിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിലും നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും രാജ്യത്തിന് അഭിമാനമാകാൻ കഴിയുന്ന കേരളത്തിൻ്റെ സാമ്പത്തിക, വ്യാവസായിക മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകാൻ കഴിയുന്ന നിലയിലേക്ക് ഒരു വലിയ പദ്ധതിയായി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആഗോള കപ്പൽ ചരക്ക് ഗതാഗതത്തിൻ്റെ അല്ലെങ്കിൽ സമുദ്ര ചരക്ക് ഗതാഗതത്തിൻ്റെ ഹബ്ബായി കേരളം മാറുകയാണ്, വിഴിഞ്ഞം മാറുകയാണെന്നുള്ളതാണ് സാഹചര്യം. നാളെ രാവിലെ 11 മണിയോടുകൂടി ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുകയാണ്.